ഫിറ്റ്നസ്, സ്കിൻ കെയർ. ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവില്ല. നമ്മൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ എന്ത് ഡ്രസ് ഇട്ട് പോകണം, എന്ത് ഹെയർ സ്റ്റൈൽ ഇടണം, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് പ്രത്യേകിച്ച്. പെൺകുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. ഏത് ഡ്രസ് ഇടണം, ഏത് മേക്കപ്പ് ഇടണം. അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ 20-25 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് മുടി പോകാൻ തുടങ്ങും. അപ്പോൾ അവരുടെ ആ ഒരു ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഹെയർ എങ്ങനെ കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഫിറ്റ്നസ്, ജിമ്മിൽ പോകാത്ത ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാവർക്കും ജിമ്മിൽ പോകണമെന്നും ആരോഗ്യമുണ്ട്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതകളാണ് ആരോഗ്യം അതുപോലെ തന്നെ ഫിറ്റ്നസ് മേഖലയിൽ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരു ബിസിനസ് ആക്കി എടുക്കാനുള്ള ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇത് ബിസിനസ് ആക്കി മാറ്റുന്നതിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിലൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ അതിലേക്ക്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കണമെന്നുള്ള വഴികൾ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ ക്ലയൻസിനെ ആകർഷിക്കാനായി ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഇത്തരത്തിലൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ സക്സസ്ഫുൾ ആയി കൊണ്ടുപോകാം എന്നുള്ള വഴികളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ജിം ട്രെയിനർ അല്ലെങ്കിൽ നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അതും അല്ലെങ്കിൽ നിങ്ങളൊരു ഈ ബ്യൂട്ടി അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ യോഗ ട്രെയിനർ ആവാം, എന്തും ആയിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് ഈ കഴിവിനെ എങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം, അങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ അതെങ്ങനെ സക്സസ്ഫുൾ ആയി റൺ ചെയ്ത് കൊണ്ടുപോകാം എന്നത് അടങ്ങിയ ഒരു കുറെ പോയിന്റ്സ് ആണ്. അതും ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ കുറെ കഥകളും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഡെവലപ്പ് എ കോംപ്രഹെൻസീവ് ബിസിനസ് പ്ലാൻ. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങൾ സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലർ ആരംഭിക്കണമെന്ന് ഒരു പ്ലാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആഗ്രഹം മാത്രം വച്ചിരുന്നാൽ പോരാ, അത് ആ ഒരു സ്വപ്നം റിയാലിറ്റി ആവണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിലെ പ്ലാൻ, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് തുടങ്ങാൻ പോകുന്നത്, എത്ര രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, എത്ര രൂപയാണ് നിങ്ങൾ അതിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങളുടെ കസ്റ്റമർ എന്നിവയെല്ലാം അടങ്ങിയ ഒരു പ്ലാൻ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതിന് തുടക്കം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ. ഞാൻ നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന്, ബിസിനസ് മോഡൽ ക്യാൻവാസ് എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ആ വീഡിയോ എടുത്ത് കാണുക. നിങ്ങൾ ഏത് ബിസിനസ്സും ആയിക്കൊള്ളട്ടെ, നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലർ അത് റിലേറ്റഡ് ആയ ബിസിനസിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ ഒരു പ്ലാനിങ്ങിന്റെ കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. പ്ലാനിങ് ചെയ്തതിനു ശേഷം മാത്രമേ ബിസിനസ് ആരംഭിക്കാവൂ. അതിനൊരു എക്സാമ്പിളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്റെ ഒരു സുഹൃത്ത് മീരയ്ക്ക് സ്വന്തമായി ബ്യൂട്ടി പാർലർ ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ മീര ആദ്യം തന്നെ റിസർച്ച് ചെയ്തു. മീര താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. ഗ്രാമപ്രദേശങ്ങളിൽ ബ്യൂട്ടി പാർലറിന്റെ വളർച്ച, ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്താണ് ഒരു ബ്യൂട്ടി പാർലർ ആരംഭിക്കുന്നതെങ്കിൽ അവിടെ അത് വിജയിക്കാനുള്ള സാധ്യതകൾ എത്രയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു നഗരപ്രദേശത്തും അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്തും ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആളുകൾക്ക് നിങ്ങൾ തുടങ്ങുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ബിസിനസ് എന്ന് പറയുന്നത് കുറച്ച് ആളുകളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടണം. അതായത് നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിന് അവിടെ വരുന്നതിലൂടെ ഒരു നേട്ടം ഉണ്ടാകണം. ആ നേട്ടം അവർക്ക് എന്താണോ ആ പ്രദേശത്ത് നിന്ന് ലഭിക്കാത്തത്, ആ പ്രദേശത്ത് അത് തുടങ്ങുമ്പോഴാണ് അവിടെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭിക്കുകയും നമ്മളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാമങ്ങളിൽ അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരാളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നതെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് ഒരിക്കലും വരില്ല. നിങ്ങളുടെ ബ്യൂട്ടി പാർലർ 2 മാസത്തിനുള്ളിൽ പൂട്ടിപ്പോവുകയും ഒരു വൻ നഷ്ടം നിങ്ങൾക്ക് സഹിക്കേണ്ടിയും വരും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ ഏരിയയിലെ ആളുകൾക്ക് ബ്യൂട്ടി കോൺഷ്യസ് ആണോ, അവർ ബ്യൂട്ടി പാർലറിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ, അതുപോലെ തന്നെ ആ ഒരു പരിധിയിൽ മറ്റ് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കുറവുള്ള ഒരു ഏരിയ ആണോ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ സ്വന്തമായി എന്തുമാകട്ടെ, ഇപ്പോൾ ഞാൻ ഒരു ബ്യൂട്ടി പാർലറിന്റെ കാര്യമാണ് പറയുന്നത്, അത് തുടങ്ങുക. മീരയും ഇതുപോലെ, മീര ഒരു ഗ്രാമപ്രദേശത്ത് വസിക്കുന്ന ഒരു സ്ത്രീയാണ്. മീര ഗ്രാമപ്രദേശത്ത് ആദ്യം ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് സ്വന്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി. അവിടുത്തെ കസ്റ്റമേഴ്സ് അവരുടെ ബ്യൂട്ടി പാർലറിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സർവേ നടത്തി. അപ്പോൾ അവിടുത്തെ ഭൂരിഭാഗം ആളുകളും സ്വന്തമായി വീട്ടിൽ അവർ അത്രത്തോളം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മേക്കപ്പ് ഇട്ട് പോകേണ്ട ഒരു ഇവന്റും ആ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്നില്ല. അതുകൊണ്ട് അവിടെ തുടങ്ങിയാൽ അവിടെ നഷ്ടമാകുമെന്ന് ഉറപ്പുവരുത്തിയ മീര അവിടെ നിന്നും മാറി കുറച്ചുകൂടെ ആളുകൾ കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ്, അതായത് ത്രെഡിങ്, ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഇടയിൽ ഒരു പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങുകയും മീര ഇപ്പോൾ സക്സസ്ഫുൾ ആയി മീരയുടെ ആ ബ്യൂട്ടി പാർലർ ബിസിനസ് റൺ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം ചൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കൃത്യമായ പ്ലാൻ നടത്തുന്നത് എപ്പോഴും നമ്മളുടെ ബിസിനസിനെ മുന്നോട്ട് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകാനുള്ള ഒരു വഴിയാണ് ഒരുക്കി തരുന്നത്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് എംബ്രേസ് മൾട്ടിപ്പിൾ റോൾ. അതായത് നമ്മളൊരു ബിസിനസ് ആരംഭിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായി ഇരിക്കാമെന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുക. കാരണം നമ്മൾ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നമ്മളാണ് കൂടുതൽ ജോലി എടുക്കേണ്ട ആൾ.
നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ ബോസ് വന്ന് വഴക്ക് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓ എനിക്ക് ഇനി ആരുടെ വഴക്കൊന്നും കേൾക്കാൻ വയ്യ, ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണെന്ന് ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബിസിനസ് ചെയ്യരുത്. നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതിൽ നിന്ന് 100 ഇരട്ടി സ്ട്രെസ്സും പ്രഷറുമായിരിക്കും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതൊക്കെ ഫേസ് ചെയ്ത്, അതൊക്കെ കോൺഫിഡന്റ് ആയി ഫേസ് ചെയ്ത് സക്സസ്ഫുൾ ആകാനുള്ള ആ ഒരു മനധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്, നിങ്ങളുടെ ബിസിനസിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യാനുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ, എല്ലാവരുടെ കാര്യമല്ല, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും കുറച്ച് ഫണ്ട് ഉപയോഗിച്ചായിരിക്കും അവരുടെ ബിസിനസ് ആരംഭിക്കുന്നത് ആദ്യകാലങ്ങളിൽ. ആ സമയത്ത് നമ്മൾ കൂടുതൽ ആളുകളുടെ, അതായത് നമുക്ക് ഒത്തിരി ആളുകളെ ഹയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ വേക്കന്റ് ആയിട്ടുള്ള പ്ലേസിലെ ജോലികളെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മളുടെ ബിസിനസ്സിലെ ഒരു എംപ്ലോയി ആയി മാറി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളുടെ കമ്പനിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഒരു ഓണറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തോട്ട്, അതായത് ഞാൻ മുതലാളിയാണ്, ബാക്കിയുള്ള എല്ലാവരും തൊഴിലാളികളാണ്, ആ ഒരു മനോഭാവത്തിൽ നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. ഇതൊരു ടീം വർക്കാണ്, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ് എപ്പോഴും സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്റെ ഒരു സുഹൃത്ത് അഞ്ജലി സ്വന്തമായി ഒരു യോഗ ക്ലാസ് ആരംഭിച്ചു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ നിന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായി ആ ഒരു യോഗയോടുള്ള പാഷൻ കാരണം സ്വന്തമായി ഒരു യോഗ ക്ലാസ് ആരംഭിച്ചു. അതിനുശേഷം ആദ്യം ഒരുപാട് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യാൻ, അതായത് യോഗ അവൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് കൂടുതൽ ക്ലയൻസ് കിട്ടി. എല്ലാവരെയും മാനേജ് ചെയ്യാൻ അഞ്ജലിക്ക് ഒറ്റയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ കൂടുതൽ ആളുകളെ ഹയർ ചെയ്യാനും അഞ്ജലിക്ക് സാധിച്ചില്ല. അപ്പോൾ അഞ്ജലി കൂടുതൽ നേരം അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും അഞ്ജലിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അഞ്ജലി തന്നെ ചെയ്ത് ആ ഒരു ബിസിനസ്, ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അഞ്ജലി കൂടുതൽ പ്രവർത്തിച്ച് ഇപ്പോൾ ഒരു സക്സസ്ഫുൾ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടായി അഞ്ജലിയുടെ ബിസിനസ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ആളുകളെ ഹയർ ചെയ്യുകയും അഞ്ജലിയുടെ ആ ഒരു വർക്ക് പ്രഷർ കുറഞ്ഞിട്ടുമുണ്ട്. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ തന്നെ നമ്മളുടെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ഒരു ബിസിനസ് അവിടെ തകരുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ലിവറേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ബിസിനസ്സിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ പോകുന്നത് വളരെ മണ്ടത്തരമാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കാനുള്ള വഴികളാണ് തുറന്നു വരുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഉപയോഗിച്ച് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കുക. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളൊക്കെ കാണുന്ന റീലാണ്, ഫിറ്റ്നസ് റിലേറ്റഡ് റീൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. നിങ്ങളൊരു ജിം ബിസിനസ് ആരംഭിച്ചു എന്ന് കരുതുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫിറ്റ്നസ് ടിപ്സ് അല്ലെങ്കിൽ ഡയറ്റിന്റെ ചാർട്ട്, ഏത് ഫുഡ് കഴിച്ചാലാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, ഏത് ഫുഡ് കഴിച്ചാലാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുക, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളെ നിങ്ങളുടെ ആ ഒരു കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാണുന്ന ആളുകൾക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം വരികയും അവർ നിങ്ങളുടെ ജിമ്മിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ് എന്തുമായിക്കോട്ടെ, ജിം ആയിക്കോട്ടെ അല്ലെങ്കിൽ യോഗ സെന്റർ ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവർ കൂടുതൽ നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിലേക്ക് വരികയും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയയുടെ പ്രസൻസ്, ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ പ്രോപ്പറായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയി മാറാനുള്ള സാഹചര്യങ്ങളും വളരെയേറെയാണ്. നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഓഫറിംഗ് യൂണിക് സർവീസസ്. നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, വ്യത്യസ്തമായ സേവനങ്ങൾ നൽകുക. അതായത് എല്ലാവരും, ഇപ്പോൾ നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ബ്യൂട്ടി പാർലറുകൾ ധാരാളം ഉണ്ടാകും. അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ ബ്യൂട്ടി പാർലറിനെ വ്യത്യസ്തമാക്കേണ്ടത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും ബ്യൂട്ടി പാർലർ ഉണ്ട്, അതുകൊണ്ട് ഞാനും തുടങ്ങുകയാണ് എന്ന് ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, കസ്റ്റമേഴ്സ് വരാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് എങ്ങനെ എന്റെ ബ്യൂട്ടി പാർലറിനെ മാറ്റിയെടുക്കാം, എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ എന്റെ ബ്യൂട്ടി പാർലറിലേക്ക് എത്തിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു യുണീക് പോയിന്റ് ആണ് എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ കല്യാണത്തിന് ബ്രൈഡൽ മേക്കപ്പ് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷങ്ങളാണ് ഓരോരുത്തരും ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞാൻ വ്യത്യസ്തമായി ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യേണ്ടത്? എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവും? ഞാനും ഇപ്പോൾ നോർമൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് യുണീക്നെസ് ആണ് എന്റെ കയ്യിലുള്ളത്? എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ എന്റെ ബ്രൈഡൽ മേക്കപ്പ് അന്വേഷിച്ചു വരണം? ഒരു ആവശ്യമില്ല, അവർ വരുത്തുമില്ല, നമ്മളുടെ ബിസിനസ് തകർന്നു പോവുകയുള്ളൂ. അവിടെയാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടത്. എന്റെ ഏരിയയിൽ എല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ അവിടെ എനിക്കൊരു വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ഒരു വഴിയാണ് തെളിഞ്ഞു വരുന്നത്. ട്രഡീഷണൽ മേക്കപ്പ് രീതിയിൽ ഞാൻ ഒരു കുറച്ച് മോഡേൺ എഫക്റ്റും കൂടി ആഡ് ചെയ്യുന്നു. അതായത് ട്രഡീഷണൽ സ്റ്റൈൽ കളയാതെ അതിൽ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഇൻഫ്ലുവൻസും കൂടെ ചെയ്ത് കുറച്ചുകൂടെ വ്യത്യസ്തമാക്കുന്നു. അപ്പോൾ ഇതുവരെ കണ്ട ആ ഒരു സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്റ്റൈൽ കാണുമ്പോൾ ആളുകളെല്ലാം ശ്രദ്ധിക്കും.
അതിനുശേഷം അവർ ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്തത് ആരാണ്, ഏത് ബ്യൂട്ടി പാർലർ എന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങും. അവിടെയാണ് നിങ്ങളുടെ സക്സസ് ആരംഭിക്കുന്നത്. അപ്പോൾ അടുത്ത കല്യാണത്തിന്, അവരുടെ കസിൻസിന്റെ കല്യാണത്തിന് അവർ ഉറപ്പായും നിങ്ങളെ ആയിരിക്കും വിളിക്കുന്നത്. ആ ഒരു നോർമൽ സ്റ്റൈലിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു സ്റ്റൈൽ യുണീക്കായി മാറുകയും നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ ചെയ്യുന്ന നിങ്ങളെ ചുറ്റുമുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് പുതിയൊരു മാനദണ്ഡം തന്നെ സൃഷ്ടിക്കേണ്ടതാണ്. അഞ്ചാമത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഇംപ്ലിമെന്റ് റെഫറൽ പ്രോഗ്രാംസ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് റെഫറൽ ഡിസ്കൗണ്ട് നൽകുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ കമ്പനിയിൽ ആകർഷിക്കാൻ കഴിയും. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചു എന്ന് കരുതുക. അവിടെ എല്ലാ സീസണിലും നമുക്ക് വർക്ക് ലഭിക്കണമെന്നില്ല. ചില സീസൺ ഡൗൺ ആയിരിക്കും, ചില സമയത്ത് വെഡിങ് സീസൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ലഭിക്കുകയും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ ചില കാലഘട്ടങ്ങൾ അത് ഓരോ റിലീജിയനെയും ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ നോയമ്പ് കാലത്ത് കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ ഏരിയയിലാണ് നിങ്ങളുടെ ബ്യൂട്ടി പാർലർ എങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ അളവ് കുറവായിരിക്കും, നിങ്ങളുടെ പ്രോഫിറ്റും കുറവായിരിക്കും. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ചില സമയങ്ങളിൽ ആ കല്യാണം നടത്താത്ത ഒരു സമയം ഉണ്ടാവും, ആ സമയത്തും കുറവായിരിക്കും. അതുപോലെ തന്നെ ഹിന്ദു, ഏത് മതമായിക്കോട്ടെ, ആ ഒരു മതപരമായ ഒരു ചില സമയങ്ങളിൽ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് കല്യാണങ്ങൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് വർക്കും കുറവായിരിക്കും. ആ സമയങ്ങളിൽ നിങ്ങൾ ഒരു ഡിസ്കൗണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കൗണ്ട്, ഇപ്പോൾ ത്രെഡിങ്ങിന് നോർമലി നിങ്ങൾ ഒരു 50 രൂപയാണ് വാങ്ങുന്നതെങ്കിൽ 5 രൂപ ഡിസ്കൗണ്ട്, 45 രൂപയ്ക്ക് നിങ്ങൾ ത്രെഡിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ആളുകൾ, അതായത് മറ്റു ബ്യൂട്ടി പാർലറിൽ പോകാനിരിക്കുന്ന ആളുകൾ ആ ഒരു ഡിസ്കൗണ്ട്, ആ ഒരു ഓഫർ കാണുമ്പോൾ ആ ആളുകൾ നിങ്ങളുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരികയും നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭിക്കുകയും നിങ്ങളുടെ ആ ഒരു ഡൗൺ സമയത്തും കൂടുതൽ ലാഭവും കൂടുതൽ പ്രോഫിറ്റും നേടാൻ സാധിക്കും. ആറാമതായി നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ടാർഗറ്റ് ഡൈവേഴ്സ് ക്ലയന്റ്. ഈ ഒരു പോയിന്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബിസിനസ് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കരുത്. നിങ്ങൾ കൂടുതൽ തലങ്ങളിലേക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്താവരുത്, അല്ലെങ്കിൽ ഒരു കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്താവരുത്, അല്ലെങ്കിൽ പുരുഷന്മാരെ മാത്രം ഫോക്കസ് ചെയ്താവരുത്. എല്ലാ തലങ്ങളിലും നിങ്ങൾ വ്യാപിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുകയും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലമാവുകയും ചെയ്യുന്നു. എന്റെ ഒരു ഫ്രണ്ട് ആദ്യം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഒരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചത്. കുറച്ച് നാളുകൾക്ക് ശേഷം കിഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. കുട്ടികളെ ഹാപ്പി ആയിരുത്തി അവർക്കുള്ള ഹെയർ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ട് പാരന്റ്സ് ഹാപ്പി ആയി. അപ്പോൾ ഒരു ദിവസം തന്നെ മദറും അതുപോലെ തന്നെ കുട്ടിയും ഒരുമിച്ച് ബ്യൂട്ടി പാർലറിൽ വരികയും അവരുടെ സർവീസ് എടുക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും ഹാപ്പി ആകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം പുരുഷന്മാർക്കുള്ള സർവീസും ആരംഭിച്ചു. അങ്ങനെ ഫാമിലി മുഴുവനായി വന്ന് അവരുടെ സർവീസുകളെല്ലാം ഏറ്റെടുത്ത് ഹാപ്പിയായി തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ഒരു മേഖലയിൽ മാത്രം, ഇപ്പോൾ കുട്ടികൾക്കുള്ള മാത്രം സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അവർ അത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ട കരുതി വരാതിരിക്കാം. പക്ഷേ എല്ലാവർക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഫാമിലിയായി വരികയും അത്രയും സമയം, അതായത് എല്ലാവരും ഒരേ ദിവസം വന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുകയും അവരുടെ സമയം ലാഭിക്കുകയും എല്ലാവരും ഹാപ്പിയായി മടങ്ങുകയും ചെയ്യുന്നു. അവിടെ നമ്മളും ഹാപ്പിയാണ്, നമ്മുടെ കസ്റ്റമറും ഹാപ്പിയാണ്. ഇത്തരത്തിൽ നമ്മളുടെ ബിസിനസ് കൂടുതൽ വിപുലമാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഴാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ബിൽഡ് സ്ട്രോങ് കമ്മ്യൂണിറ്റി കണക്ഷൻ. നമ്മളുടെ കസ്റ്റമറുമായി എപ്പോഴും ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളിപ്പോൾ ഏതൊരു ഏരിയയിലും ബ്യൂട്ടി പാർലർ ആരംഭിച്ചു എന്നിരിക്കട്ടെ, ഒരു പ്രാവശ്യം വരുന്ന കസ്റ്റമേഴ്സ് വീണ്ടും നിങ്ങളുടെ കടയിലേക്ക് വരാനുള്ള ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ അവർ വീണ്ടും നിങ്ങളുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരികയും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലമാവുകയും ചെയ്യുകയുള്ളൂ. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഓൾറെഡി ഒരു ഉദാഹരണം പറഞ്ഞു, യോഗ ക്ലാസ് ആരംഭിച്ചത്. ആർക്കും അറിയില്ലായിരുന്നു അവിടെ അങ്ങനെ ഒരു യോഗ സെന്റർ ആരംഭിച്ചെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഫ്രണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് എടുത്ത ഒരു ഐഡിയ ആണ്. അവിടുത്തെ ഒരു സ്കൂളുമായിട്ട് കോൺടാക്ട് ചെയ്ത് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് 1 ഡേ യോഗ സെഷൻ ഫ്രീ ആയിട്ട് നൽകി. അപ്പോൾ ഡെഫിനറ്റ്ലി കുട്ടികൾ ഈ കാര്യം വീട്ടിൽ പറയും. അപ്പോൾ വീട്ടിൽ അവർ ചോദിക്കും, അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു യോഗ ടീച്ചർ വരുന്നത്, എവിടെയാണ് ഇവരുടെ സെന്റർ എന്ന് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങും. വളരെ സിമ്പിളായി ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഇങ്ങനെ ഒരു യോഗ സെന്റർ ആരംഭിച്ചിരിക്കുന്നു എന്ന കാര്യം അറിയുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു 2 മണിക്കൂറത്തെ സെഷനിലൂടെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷനാണ് മീര അവിടെ നടത്തിയത്. എട്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഇൻവെസ്റ്റ് ഇൻ സ്റ്റാഫ് ട്രെയിനിങ്. നമ്മളുടെ സ്റ്റാഫിന്റെ ആ ഒരു സ്കിൽ എപ്പോഴും ഡെവലപ്പ്, അതായത് എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈ ഒരു ബ്യൂട്ടി റിലേറ്റഡ് മേഖലയിൽ. ഈ ഒരു ഫാഷൻ സ്റ്റൈൽ അതുപോലെ തന്നെ ബ്യൂട്ടി ആ ഒരു ട്രെൻഡ് ഓരോ ദിവസവും ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ എല്ലാം നമ്മളുടെ സ്റ്റാഫിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും നമ്മുടേതാണ്. നമ്മളുടെ ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയി റൺ ചെയ്യണമെങ്കിൽ നമ്മളുടെ സ്റ്റാഫിന് എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് നൽകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒമ്പതാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് യൂട്ടിലൈസ് ആൻ ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് സ്വന്തമായ ഒരു പാർലർ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സെന്റർ അതും അല്ലെങ്കിൽ യോഗ സെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായി നിങ്ങളുടെ ബുക്കിംഗ് സിസ്റ്റം ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും വളരെ എളുപ്പമായിരിക്കും. നമ്മളുടെ ക്ലയൻസ്
വളരെ സിമ്പിളായി അവരുടെ ഫോണിലൂടെ അവരുടെ ടൈം ഷെഡ്യൂൾ ചെയ്യുകയും അതുവഴി ആ ഒരു സമയം നമ്മൾ മനസ്സിലാക്കുകയും വളരെ പ്രോപ്പറായി നമുക്കും അറേഞ്ച്മെന്റ്സ് നടത്താൻ സാധിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഉടൻ തന്നെ ആക്ടിവേറ്റ് ആയി നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ വേഗത്തിൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി പാർലറിലോ ഫിറ്റ്നസ് സെന്ററിലോ എത്താനുള്ള മാർഗങ്ങൾ വളരെ എളുപ്പമാക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 10ാമത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഡെവലപ്പ് എ സ്ട്രോങ് ബ്രാൻഡ് ഐഡന്റിറ്റി. നിങ്ങൾ സ്വന്തമായി ഒരു ബ്യൂട്ടി റിലേറ്റഡ് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ പേര് നൽകാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യാനും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു മേഖലയിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ വ്യത്യസ്തമായി ഒരു പേര് നൽകാം, അതുപോലെ തന്നെ എങ്ങനെ വ്യത്യസ്തമായി ഒരു ലോഗോ എന്റെ ആ ഒരു ഷോപ്പിന് നൽകാം, അതുപോലെ തന്നെ എങ്ങനെ എന്റെ ഈ ബ്രാൻഡ് വാല്യൂ കണ്ടിന്യൂസ്ലി ഞാൻ കീപ്പ് ചെയ്യും എന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കിയൊക്കെ സെക്കൻഡറി സ്റ്റേജ് ആണെന്ന് പറയാം, പക്ഷേ ഈ ഒരു ബ്രാൻഡിങ് അതുപോലെ തന്നെ പേര്, ലോഗോ, ഈ കാര്യങ്ങളൊക്കെ പ്രൈമറി സ്റ്റേജ് ആണ്. ആദ്യം നമ്മളുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ അറിയാം, നമുക്ക് ഇപ്പോൾ ട്രിവാൻഡ്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫെയർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറാണ്. എറണാകുളത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രൈബ്, അങ്ങനെ പല പല ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ആ ഒരു ബ്രാൻഡ് വാല്യൂ. ഇപ്പോൾ ഒരു വട്ടം ഒരു ബ്യൂട്ടി പാർലർ നമുക്ക് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു സർവീസും അതുപോലെ തന്നെ ആ ഒരു ആംബിയൻസും ആ ഒരു ബ്രാൻഡ് വാല്യൂവും എല്ലാം ഭയങ്കര രസമായിട്ട് തോന്നി നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്നു. അങ്ങനെ അവർക്ക് റെഗുലർ കസ്റ്റമേഴ്സിനെ ലഭിക്കുകയും അവരുടെ ആ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയി മാറുകയും ചെയ്യുന്നു. അതുപോലെ ട്രസ്റ്റ് വർത്തി ആയിട്ട് എങ്ങനെ നമ്മളുടെ ആ ഒരു ബിസിനസ് ആരംഭിക്കാം എന്നത് നിങ്ങൾ ചിന്തിക്കണം. അതിന് മുന്നോടിയായി നിങ്ങൾ എങ്ങനെയാണ് ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പേര് നിങ്ങളുടെ ബ്യൂട്ടി പാർലറിന് നൽകാമെന്ന് ചിന്തിക്കുക. അത് എങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇതൊക്കെ ആരംഭിച്ചതിന് ശേഷവും എങ്ങനെ ആ ഒരു ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യാം എന്നതും നിങ്ങൾ ഇപ്പോഴേ ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഏകദേശം 10ഓളം പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. മുകളിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾ ഇതുപോലെ ബ്യൂട്ടി, ഫിറ്റ്നസ്, യോഗ ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്ങനെ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് മുന്നോടിയായി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും കരുതുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബിസിനസിന് വേണ്ടി വർക്ക് ചെയ്യാൻ ആരംഭിച്ചോളൂ. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ് വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ് വാല, ബി ദ ബോസ്.